കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഇരു മുന്നണികളുടെയും യോഗങ്ങളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ വിശകലനങ്ങളിലും നിരീക്ഷണങ്ങളിലും പുറത്തേക്ക് വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ സമഗ്രമായൊരു സമീപനം, വസ്തുതാപരമായൊരു സമീപനം ആരും കാണുന്നില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒരു ഗെയിം ചേഞ്ചർ ഇലക്ഷൻ ആയിരിക്കും. സംസ്ഥാനത്ത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യതിയാനത്തിനുള്ള തുടക്കമായിരിക്കുമെന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. കേവലമായൊരു വോട്ട് ഷിഫ്റ്റ് അല്ല, മറിച്ച് ആശയപരമായിട്ടുള്ള ഒരു വ്യതിയാനം, സംസ്ഥാനത്തിൻ്റെ പൊളിറ്റിക്സിൽ, രാഷ്ട്രീയത്തിൽ ആശയപരമായിട്ടുള്ള ഒരു വ്യതിയാനം നടക്കും. അതാണ് നടന്നിരിക്കുന്നത്. BJP ഒരു കാലത്തും കേരളത്തിൽ ജയിക്കില്ല. എവിടെയൊക്കെ BJP ജയിച്ചാലും കേരളത്തിൽ BJP ജയിക്കില്ല. BJPക്ക് കേരളം ബാലികേറ മലയായി തന്നെ നിൽക്കും. ഇരു മുന്നണികളുടെയും അവകാശവാദം ഇങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രിയാവട്ടെ കുറച്ചുകൂടി കടന്നു പറഞ്ഞു, BJP ഒരു സ്ഥലത്തും രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല. ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് പോകട്ടെ, രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല. അത് ഉറപ്പുവരുത്താനുള്ള ശേഷി ഇടതുപക്ഷത്തിനുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അത്തരം അതിരുകടന്ന പ്രഖ്യാപനങ്ങൾ, അവകാശവാദങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. കേരളത്തിലും BJPക്ക് ഇടമുണ്ട് എന്നുള്ള വ്യക്തമായ സൂചന, വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞാൻ ആശയപരമായ ഒരു ഡീവിയേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, അത് നിങ്ങൾ ആറ്റിങ്ങലിലെയും ആലപ്പുഴയിലെയും എന്തിന് എളമരം കരീമിൻ്റെ ബൂത്തിലെയും ഒക്കെ വോട്ടുകൾ നിങ്ങൾ നോക്കിയാൽ മതി. ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ആലത്തൂരിലും മാത്രമല്ല, കേരളത്തിലെ പല ബൂത്തുകളിലും നിങ്ങൾ നോക്കിയാൽ സംസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കളുടെയും സ്വന്തം ഇടങ്ങളിൽ മാധ്യമപ്രവർത്തകർ ഒരു പരിശോധന നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്വന്തം ബൂത്തുകളിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ സ്വന്തം ബൂത്ത്, അതുപോലെ മത്സരിച്ച പല സ്ഥാനാർത്ഥികളുടെയും UDF LDF വ്യത്യാസമില്ലാതെ മത്സരിച്ച പല സ്ഥാനാർത്ഥികളുടെയും ബൂത്തുകൾ നിങ്ങൾ നോക്കിയാൽ ഈ വ്യതിയാനം എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എളമരം കരീമിൻ്റെ ബൂത്ത് ഞാൻ പറയാൻ കാരണം, BJP 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട്. അപ്പോൾ അവിടെയൊക്കെ CPMൻ്റെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ ബൂത്തുകളിൽ, ഇവിടുത്തെ നോർത്തിലെ MLAയുടെ ബൂത്തിൽ ഒക്കെ നോക്കിയാൽ നമുക്ക് വ്യാപകമായിട്ട് ഇത് കാണാൻ സാധിക്കും. BJP പരമ്പരാഗതമായ അതിൻ്റെ വോട്ട് ബലത്തോടൊപ്പം ഇതുവരെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഭൂരിപക്ഷ സമുദായത്തിലെ പട്ടികജാതി, പട്ടികവർഗം, ഈ കാര്യം എടുത്തു പറയുന്നതിൻ്റെ കാരണം പല മാധ്യമങ്ങളും അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയതായി കണ്ടില്ല. ഇപ്പോൾ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ പട്ടികവർഗ കേന്ദ്രങ്ങൾ നിങ്ങൾ നോക്കണം. കേരളത്തിലെ ഒട്ടുമിക്ക പട്ടികജാതി വോട്ടർമാർ കൂടുതലുള്ള ബൂത്തുകൾ നിങ്ങൾ നോക്കണം. ഞങ്ങൾ അത് പരിശോധിച്ചപ്പോൾ, ഉദാഹരണം, ആ വോട്ടർമാർക്കിടയിൽ ഇതാദ്യമായിട്ട് കേരളത്തിൽ അടിസ്ഥാന വോട്ടർമാർക്കിടയിൽ, പിന്നെ ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങൾ വേറെ, ഒരു വലിയ സാമൂഹ്യ മാറ്റം ഈ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നു. മതന്യൂനപക്ഷങ്ങൾക്കിടയിലും ഭാരതീയ ജനതാ പാർട്ടി തൊട്ടുകൂടാൻ വയ്യാത്ത ഒരു പാർട്ടിയാണെന്നുള്ള ധാരണ തിരുത്തപ്പെട്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാന സവിശേഷതകളിൽ ഒന്ന് അതാണ്. തൊട്ടുകൂടാൻ പറ്റാത്തൊരു പാർട്ടിയാണ് BJP എന്നുള്ള അഭിപ്രായം പ്രബലമായിട്ടുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് പോലും ഇല്ല. ശരിയാണ്, ഇന്നലെ ഓർത്തഡോക്സ് സഭയുടെയും യാക്കോബായ സഭയുടെയും കത്തോലിക്ക സഭയുടെയും എല്ലാം പ്രസ്താവനകൾ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും മണിപ്പൂരിനെ കുറിച്ചാണ് ഏറ്റവും വലിയ നീചമായ വിഷം കലർന്ന പ്രചരണം നടന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ്. ഇപ്പോൾ പ്രബലമായിട്ടുള്ള ക്രൈസ്തവ സഭകൾ തന്നെ പറയുന്നു, മണിപ്പൂരിൽ നടന്നത് ഗോത്രവർഗ കലാപമായിരുന്നു, ഹിന്ദുക്കളും അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്.
നോക്കൂ, എത്ര നീചമായ പ്രചരണമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസും CPM-ഉം ഇരു മുന്നണികളും ഇവിടെ നടത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നതിന് ശേഷം പ്രബലമായിട്ടുള്ള ക്രൈസ്തവ സഭകളുടെ ആചാര്യന്മാർ, നേതാക്കന്മാർ പറയുന്നു ഗോത്രവർഗ കലാപമാണ് മണിപ്പൂരിൽ നടന്നത്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. വൈകിയാണെങ്കിലും വസ്തുത പുറത്തു വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തെരഞ്ഞെടുപ്പുകളൊന്നും അവസാനിക്കുന്നില്ലല്ലോ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിലോ ആ പ്രചാരണം നടക്കുന്ന ഘട്ടത്തിലോ ഇത് പറഞ്ഞിരുന്നെങ്കിൽ എത്രമാത്രം പ്രയോജനം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ടാവുമായിരുന്നു. വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിന് എത്രമാത്രം കൂടുതൽ അവസരങ്ങൾ കിട്ടുമായിരുന്നു. എന്താണ് അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ പറയുമായിരിക്കും. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലുമെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ 15,000-16,000 വോട്ടിനാണ് BJP തോറ്റത്. സാധാരണ പറയാറുണ്ട്, സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റി തിരിച്ചു വന്നിരിക്കുന്നു. യാക്കോബായ സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെയും കത്തോലിക്ക സഭയുടെയും എല്ലാം ഈ സത്യപ്പറച്ചിൽ ഒരു മാസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിന് അത് കുറെ കൂടി പ്രയോജനം ചെയ്യുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു പല രാഷ്ട്രീയ വിഷയങ്ങളെപ്പോലെ തന്നെ ഉയർന്നു വന്ന ഒരു പ്രശ്നം, വോട്ടർമാർ ചിന്തിച്ച ഒരു പ്രശ്നം സാമൂഹ്യനീതിയുടെ സന്തുലിതാവസ്ഥയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും LDF-ഉം UDF-ഉം ആ വസ്തുതയോട് സകാരാത്മകമായ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വങ്ങൾ വ്യക്തമാക്കുന്നത്. സാമൂഹ്യനീതിയുടെ വലിയൊരു പ്രശ്നമുണ്ട് കേരളത്തിൽ. നോക്കൂ, നിങ്ങൾ കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം, അവരുടെ സാമുദായിക അടിസ്ഥാനത്തിലുള്ള കണക്ക് നിങ്ങളൊന്ന് നോക്കൂ. എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള സാമൂഹ്യനീതിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളായിട്ട് ഇത് പറഞ്ഞുണ്ടാക്കുന്നതല്ല. സാമൂഹ്യനീതിയെ കണക്കാക്കിയിട്ടാണ് ലോക്സഭയിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നത്, നിയമസഭയിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് എറണാകുളത്ത് ഒരു കാലത്തും അത് ലംഘിക്കാതെ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നത്? അങ്ങനെ പല മണ്ഡലങ്ങളിലും. മലപ്പുറത്ത് എപ്പോഴെങ്കിലും അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ സാമൂഹ്യനീതിയുടെ സന്തുലിതാവസ്ഥ, സാമൂഹ്യനീതി ഉറപ്പുവരുത്തുക എന്നുള്ളത് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകളിലും ഭരണനിർവഹണ കാര്യത്തിലുമൊക്കെ മുന്നണികളും സർക്കാരുകളും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ആകെ രാജ്യസഭാ അംഗങ്ങളുടെ കണക്ക് നോക്കിയാൽ സാമൂഹ്യനീതി എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാവും.